ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു തകർപ്പൻ പ്രൊമോയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ മാനസ കൃഷിൻ്റെ ആ ഒരു പെരുമാറ്റം പിടിക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയോട് ചെന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവൻ എന്നോട് ഒരു സ്നേഹവും കരുതലുമില്ല. അവനിപ്പോൾ എന്തൊക്കെയോ ടെൻഷനുകളുണ്ട്. ഞാൻ ഓരോന്ന് ചോദിച്ചു പോകുമ്പോൾ എന്നോട് നല്ലോണം നീ ആരാണ് എന്നുള്ള ഭാവത്തിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ആൻറ്റിയും എത്രയും പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ വിവാഹം നടത്തി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു, അവൻ വരട്ടെ, ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ ആൻറ്റിയമ്മ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ധനലക്ഷ്മിയെയും അമ്മമാരെയും കാണിക്കുകയാണ്. ധനലക്ഷ്മി അമ്മമാരോട് പറയുന്നുണ്ട് അങ്ങനെ ധനലക്ഷ്മി അമ്മായിമാരോട് പറയുന്നുണ്ട്, അവളെ കുറച്ച് ധിക്കാരിയാണ്, എന്നെ തല്ലി. അതൊന്നും നിങ്ങളാരും ചോദിക്കാനും പറയാനും വന്നില്ലല്ലോ. കണ്ടാലറിയാത്തവൾ കൊണ്ടാലറിയും. ഇനി അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവൾക്ക് ഇനിയാണ് ഓരോ തിരിച്ചടികൾ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൺമണിയുടെ അച്ഛനോട് നല്ലോണം തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. എവിടെ നിങ്ങളുടെ പുന്നാര മകൾ, സൂപ്പർ കൺമണിയോ എന്തൊക്കെയോ സൂപ്പർ ഡൂപ്പർ കൺമണിയാണെന്നൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നാണല്ലോ. എവിടെ ഇപ്പോൾ അവൾ? ബസ് സ്റ്റാൻഡിലോ അതോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയാണാവോ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, കുത്തി നോവിക്കുന്നുണ്ട്. എന്തായാലും അവൾക്ക് തെരുവ് തന്നെയായിരിക്കും ശരണം എന്നൊക്കെയുള്ള രീതിയിൽ പറയാണ് കേട്ടോ. അതൊക്കെ കേട്ട് ഒരുപാട് കൺമണിയുടെ അച്ഛനക്ക് സങ്കടമാവുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൺമണിയാണെന്നുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ജീവിതത്തിൽ വന്ന ആ ഒരു പ്രതിസന്ധിയെ വെല്ലുവിളിയോടുകൂടി നേരിടാൻ തന്നെ, കൂടാതെ വിനായകൻ്റെ ആ ഒരു കരുതലും കാവലും കൂടെയുള്ളത് കൊണ്ട് എല്ലാത്തിനും കാരണക്കാരനായ ആ വരുണിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, രണ്ടും കൽപ്പിച്ച്. അങ്ങനെ വരുൺ കൺമണിയെ കണ്ടപാടത്തിന് ദേഷ്യപ്പെടുന്നു. എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് എന്നൊക്കെയുള്ളത് ചൂടാവുന്നുണ്ട്. നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ ഒറ്റൊരുത്തനാ കാരണം. നീ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അല്ലേടാ എന്നൊക്കെയുള്ള രീതിയിൽ അവൻ്റെ കയ്യിലും കാലിലും തലയ്ക്കൊക്കെ ഇട്ട് നല്ലോണം തന്നെ അടി കൊടുക്കുന്നുണ്ട്. കൂടാതെ കയ്യിനും കാലിനൊക്കെ പിടിച്ച് തിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. വേദനയെടുത്ത് പൊളഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ വരുൺ. അങ്ങനെ കൺമണി തിരിച്ചു പോകുന്ന സമയത്ത്, എടി ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, ഇവിടെ നിന്ന് ഞാൻ ഡിസ്ചാർജായി വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേടാ, നിൻ്റെ ധിക്കാരം അത് ഞാൻ നിർത്തി തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു സർജിക്കൽ എക്യുപ്മെൻ്റ് എടുത്തിട്ട് ഒരു കുത്തുന്ന സാധനം, സൂചി പോലത്തെ ഒരു സാധനം എടുത്തിട്ട് നമ്മുടെ വരുണിനെ കുത്താനായിട്ട് പോവുകയാണ് കേട്ടോ കൺമണി ദേഷ്യം വന്നിട്ട്. അങ്ങനെ എന്തായാലും ഏതൊരു ശത്രുവിനെയും ഇനി അടിമുടി അവരെ തറ പറ്റിക്കാൻ തന്നെ, അവരെ ഇല്ലാതാക്കാൻ തന്നെ നമ്മുടെ കൺമണി പൂർവാധികം ശക്തിയോടുകൂടി ഒരു പുതിയ ഭാവത്തിലും രൂപത്തിലും ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.